ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻചേരാം. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല, സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സ് പോകുന്ന പോയിന്റും കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വലിയൊരു ട്രേഡ് ഉണ്ടായിരുന്നില്ല, അതായത് വലിയൊരു നല്ലൊരു മാർക്കറ്റ് ആയിരുന്നില്ല എന്ന് തന്നെ പറയാം ഇന്ന്. പക്ഷേ മോർണിംഗ് സെക്ഷനിൽ നമുക്ക് ക്ലോസിംഗ് സെക്ഷനിൽ സ്കാൽപ്പിംഗ് വഴി നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് സ്കാൽപ്പിംഗ് സെറ്റ് ചെയ്യാം, ഇൻട്രാഡേ സപ്പോസ് നമുക്ക് ഏത് സ്ട്രാറ്റജി വർക്കൗട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഏത് വായിക്കൊള്ളേ പ്രോപ്പറായിട്ടൊരു എൻട്രിയും എക്സിറ്റും നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെയും പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമുക്കൊരു 1 വീക്കിൽ ഇപ്പോൾ ബെല്ല് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ലൊരു പെർഫോമൻസ് തന്നിട്ടുണ്ട് നമുക്ക്. അതായത് ഒരാഴ്ചത്തേക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് പ്രോഫിറ്റാണ്. ഇപ്പോൾ ബെല്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ട്രേഡാണ് 251 നമുക്ക് കയറിപ്പോയത്. അപ്രോക്സിമേറ്റ് നമുക്ക് ട്രേഡ് 262 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പോയിന്റുള്ള നമുക്ക് പ്രോഫിറ്റ് പോയ സ്റ്റോക്കാണ്. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ 19 ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷമുള്ള മാർക്കറ്റാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് അതേപോലെ തന്നെ ഭാരതി എട്ടിൽ നോക്കുകയാണെങ്കിൽ ഇന്നാണ് ബൈ കയറിയത്. അതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചയോളം അതും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 17 ഫെബ്രുവരി തൊട്ട് നമുക്ക് മാർക്കറ്റ് നമുക്ക് നല്ലൊരു ഡൗൺ സെക്ഷനാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നാണ് മാർക്കറ്റ് അപ്പിലേക്ക് കയറിയത്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ ഇൻട്രാഡേയിൽ ഇപ്പോൾ ഇന്ന് നല്ല ബൈ പോയ സ്റ്റോക്കാണ് അഡാനി പവർ. മോർണിംഗിൽ നല്ലൊരു ബൈ ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെയും കയറി. അപ്പോൾ സോഫ്റ്റ്വെയർ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രി കഴിഞ്ഞാലും അടുത്ത എൻട്രി എടുക്കേണ്ട ലെവലും ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇത് അഡാനി പവർ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റാണ് ഇവിടെ ഈ കാണുന്നത്. ഇതിൽ റെഡ് കളറാണ് സെല്ല്, ഗ്രീനാണ് ബൈ. അപ്പോൾ മാർക്കറ്റ് മോർണിംഗിൽ ഓപ്പൺ ആയ ശേഷം രാവിലെ തന്നെ ബൈ തന്ന് കൺഫേം ആയത് ഇവിടുന്നാണ്, ഈ പോയിന്റിൽ നിന്നാണ് കയറിപ്പോയത്. കാരണം ഈ ഫസ്റ്റ് 2 ക്യാനിൽ നമുക്ക് കയറിയില്ല, മാർക്കറ്റ് കൺഫേം ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ക്യാനിൽ ഇവിടെ നിന്ന് കയറി. അപ്പോൾ ഈ ക്യാനിൽ പകുതിക്ക് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. അവിടെ നേരെ കയറിയിട്ടുണ്ട്. അഥവാ ആ ട്രേഡ് മിസ്സായാലും നമുക്ക് അടുത്ത ട്രേഡ് നമുക്ക് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് പിന്നെയും കട്ട് ചെയ്ത ശേഷം തിരിച്ച് കിട്ടി. ഇപ്പോൾ ഇവിടെ പിന്നെയും ട്രേഡ് പോയിട്ട് അപ്രോക്സിമേറ്റ് 12 മണിക്ക് ശേഷം 488 പിന്നെയും ട്രേഡ് പോയി. അതൊറ്റ കയറ്റ 514 നമുക്ക് ആക്ച്വലി മാർക്കറ്റ് റിവേഴ്സ് ഇറങ്ങാൻ നോക്കിയത്. അത് സെല്ല് അത് കഴിഞ്ഞ ശേഷമാണ് വന്നത്. പക്ഷേ നമുക്ക് ഈ പോർഷനിൽ എക്സിറ്റ് അടിക്കാം. അത് ഒരു ട്രേഡ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ട്രേഡ് വേണേൽ ഹോൾഡും ചെയ്ത് വെക്കാം, കാരണം താഴെ ഗ്രീൻ ആഴ്ചത്തേക്ക് അത് ബൈ തന്നെയാണ്. അപ്പം ഒരു ട്രേഡ് ഇപ്പോൾ ഈ ട്രേഡ് മിസ്സായ അടുത്ത ട്രേഡ് ഇപ്പോൾ ഇവിടെ ഒരു ഡൗൺ ട്രേഡ് അല്ല, ഇതൊരു തിരിച്ചു കയറുന്നൊരു മീനിങ് ഉണ്ട്. കാരണം താഴെ ഗ്രീൻ ആഴ്ചത്തേക്ക് തിരിച്ച് നമുക്ക് ആ മാർക്കറ്റ് അതേ പോർഷനിൽ, അതായത് ബൈ ട്രേഡ് തന്നെയാണ് ചാൻസ് എന്ന് അവിടെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇറക്കത്തിൻ്റെ പോർഷനിൽ നമുക്ക് തിരിച്ച് കയറുമ്പോൾ രണ്ടാമത് അവിടുന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ട്രേഡ് എടുക്കാം. അപ്പോൾ അവിടുന്ന് ട്രേഡ് എടുത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡ് രാവിലെ പോയിട്ട് 2 ട്രേഡാണ് ഈ പറഞ്ഞത്. അതേപോലെ നിഫ്റ്റിയിൽ നമുക്ക് ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം കൺഫേം ആയി ബ്രേക്കൗട്ട് പോകാൻ നേരത്ത് വലിയൊരു കയറ്റം കയറാതെ തിരിച്ചിറങ്ങി. എന്നാൽ സെല്ല് അവിടെ തന്നിട്ടുമില്ല, തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറിയിട്ട് ലാസ്റ്റാണ് സെല്ല് വന്നിരിക്കുന്നത്. ലാസ്റ്റ് സെല്ലിൽ നിന്ന് നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ട്, ഒരു 80 പോയിന്റോളം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്കാൽപ്പിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ പറ്റും, നമുക്ക് ആ സെല്ല് ഓൾറെഡി അവിടെ തന്നെ സെല്ലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൺഫേം ആയ പോയിന്റിൽ തന്നെ എടുക്കാമായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ലാസ്റ്റാണ് തിരിഞ്ഞു കയറാൻ നോക്കിയത്. അതുവരെ മാർക്കറ്റ് ഡൗൺ തന്നെയായിരുന്നു. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് അതായത് കളർ ചേഞ്ച് വരുമോ അതല്ല ട്രെൻഡ് ലൈൻ തിരിയുമോ ചെയ്യുന്ന ചാൻസിൽ നമുക്ക് എക്സിറ്റ് അടിച്ചു വിടാം. ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൺഫേം നോക്കി അടുത്തേക്കാണല്ലേ. അതേപോലെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കി എക്സിറ്റ് അടിക്കാം. അതേപോലെ താഴത്തെ സോൺ നോക്കാം, താഴത്തെ സോൺ മാറുന്നവരെ ചേഞ്ച് ചെയ്യണ്ടേ. ഇപ്പോൾ ഇവിടെ ഓൾറെഡി പ്രോഫിറ്റാണ് നിൽക്കുന്നത്, തിരിഞ്ഞ് കയറുമ്പോൾ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. അപ്പോൾ സോഫ്റ്റിൽ കറക്റ്റായിട്ട് അതിനകത്ത് ഇൻഡിക്കേഷൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്, അതായത് 1 വീക്കിലേക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ സ്റ്റോക്കുകളുടെ വാച്ച് ലിസ്റ്റിലേക്ക് എടുത്ത് സ്കാനർ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന് നല്ല ട്രേഡ് എന്നുള്ള സ്റ്റോക്കിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ ആഴ്ചത്തെ നല്ല പെർഫോമൻസ് സ്റ്റോക്കാണ് നമുക്ക് ബെല്ലിൻ്റെ. അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരു ബൈസിക്കിൾ തന്നിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആയി ബ്രേക്കൗട്ട് പോയ സെക്ഷൻ ഇതാണെന്ന് 251 കയറി 262 വരെ കയറിയിട്ടുണ്ട്. ഒരു 10 പോയിന്റ് കയറിയിട്ടുണ്ട്. അത് കണ്ടിന്യൂഷൻ ആയത് 2 ദിവസമായിട്ട് നമുക്ക് ബൈ പോയി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇപ്പോൾ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ കൺഫേം ആകാതെ ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു മാർക്കറ്റ്. സെല്ല് എടുക്കരുതെന്ന് അവിടെ പറയുന്നുണ്ട്, കാരണം കൺഫർമേഷൻ വന്നിട്ടില്ല. തിരിച്ച് മാർക്കറ്റ് കയറുക തന്നെയാണ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ബൈ ധൈര്യമായിട്ട് നമുക്ക് അവിടെ പോർഷൻ കണ്ടിന്യൂ ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ ഈ സെൽസിക്കിലൂടെ വരുമ്പോൾ എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെ ഗ്രീൻ ആഴ്ചയ്ക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇതിൽ മുമ്പ് സെല്ല് നോക്കി കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ തന്നെയാണ് പോരുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ബൈസിക്കിൾ തന്നെങ്കിലും താഴെ എഡാഴ്ചയ്ക്ക് തിരിച്ച് ഇറങ്ങുന്നതിന് മീനിങ് ഉണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു ബൈസിക്കിൾ എടുക്കണ്ട, ബൈ കൺഫേം ആയാൽ മാത്രം എടുത്തേച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലൈവ് പെർഫോമൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.